കൊട്ടാരക്കര മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലാകാലങ്ങളായി മാലിന്യക്കൂമ്പാരമായിരുന്ന ഒരു സ്ഥലം, കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലെ ആ സ്ഥലത്ത് ഇന്ന് എങ്ങനെ മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. കുപ്പത്തൊട്ടിൽ പൂങ്കാവനമാക്കിയിരിക്കുന്ന കാഴ്ച കാണാനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. ഇത്രത്തോളം ഈ ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ പൂവൊക്കെ ഇവിടെ നിൽക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഇത് കഴിഞ്ഞത്? ഇത് യഥാർത്ഥത്തിൽ എൻ്റെ റോള് വളരെ കുറവാണ്. ഇത് പൊതുജനങ്ങളുടെ എല്ലാം കൂടി സഹായത്തോടു കൂടി തന്നെയാണ് ഇത് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത് നല്ല രീതിയിൽ ശുചിയാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് ചത്ത പൂച്ച, അതുപോലെ തന്നെ ഒരുപാട് സാധനത്തിനെ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുകയും ഇവിടെ ബസ് കയറാൻ നിൽക്കും. നമുക്കറിയാം ഇവിടെ ഒട്ടനവധി ആളുകൾ ബസ് കയറാനൊക്കെ ആശ്രയിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുമ്പോൾ തന്നെ വലിയ സ്മെല്ലാണെന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചേ മതിയാകൂ എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഈ കടയിൽ എഞ്ചിനീയർസ് നടത്തുന്ന നമ്മുടെ നവാസണ്ണൻ അവിടെ പറയുകയുണ്ടായി, ഇവിടെ നമുക്ക് സൈഡ് കെട്ടി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൈഡ് കെട്ടി. പിന്നീട് രണ്ടാമതാണ് ഇവിടെ ഈ കട്ട കമ്പനി നടത്തുന്ന ആളൊരു 10-200 കട്ട നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മൊത്തം കെട്ടി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർ ഫിറോസ് അദ്ദേഹം നമുക്കിത് പെയിൻറ്റിങ് സംവിധാനവും എല്ലാം കൂടി പെയിൻറ്റിങ് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം പെയിൻ്റെല്ലാം കൂടി എടുത്തു തന്നു. അതിനുശേഷം ഈ വാർഡിലുള്ളതാണ് 2 പെയിൻറ്റിങ് വഴിക്ക് പോകുന്ന ശരത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഇത് മൊത്തവും സൗജന്യമായിട്ട് അദ്ദേഹം പെയിൻ്റ് അടിച്ച് തന്നു. പിന്നീട് ഒരു വീട്ടിൽ നിന്നും ഒരു ചെടി എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഇടങ്ങളിലേക്കും ഈ ചെടി എല്ലാ വീടുകളിൽ നിന്നും ഓരോരുത്തർ കൊണ്ടുവന്ന് നടുകയും അവർ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്തു. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഒരാവശ്യമായിട്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ വിവിധ മേഖലയിൽ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഇവിടെ ലൈറ്റിംഗ് സംവിധാനമായി. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഒരു മനോഹരമാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യാൻ ഇത് തൊട്ടപ്പുറത്ത് ദാണ്ട് ആ സ്ഥലത്ത് വേസ്റ്റ് കുന്നുകൂടി ഇരിക്കുകയായിരുന്നു. ദാണ്ട് ആ ഒരു സ്ഥലത്ത് ആ സ്പേസിൽ ഭയങ്കരമായിട്ടുള്ള വേസ്റ്റ് കുന്നുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും നമ്മളിപ്പോൾ 2ാം ഘട്ടം എന്ന രീതിയിൽ അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന കട്ടകൾ കെട്ടി അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം ക്ലീനിങ് പരിപാടി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ രാവിലെ ഇത് പരിചരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങളുടെ ആശാ വർക്കർ ആയിട്ടുള്ള സബീന എന്ന് പറയുന്ന സബീനക്കായും അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിലുറപ്പ് മേറ്റായിട്ടുള്ള ഷീജ ചേച്ചി, ഇവർ രണ്ടുപേരും കൂടി രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഇവിടെ മുഴുവനായിട്ട് വെള്ളം ഒഴിക്കും. വൈകുന്നേരം ഇവിടെ ഒരു കൂട്ടം യുവാക്കളുണ്ട്. ആ യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇതിനെ പരിചരണം. ഒരു എൻഗേജ്ഡ് ആവുകയാണ്. എല്ലാവരും ഇതിനകത്ത് എൻഗേജ്ഡായി ഇവിടെ വന്ന് ഇരിക്കുകയും ഒന്ന് വിശ്രമിക്കാൻ 5 മിനിറ്റ് ഇവിടെ തന്നെ നമ്മൾ ഇത്രയും ചൂടത്ത് നിൽക്കുമ്പോൾ പോലും വലിയ രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലേക്കുള്ള വാട്ടർ ടാങ്കും എല്ലാ സംവിധാനമുണ്ട്, വെള്ള സംവിധാനമുണ്ട്. ഈ വെള്ളം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കു എന്ന് പറയുന്ന ഇവിടുത്തെ വാട്ടർ ഇതിൻ്റെ നടത്തുന്ന അദ്ദേഹമാണ് എല്ലാ ആഴ്ചകളിലും വെള്ളം കൊണ്ട് തരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്.